TVS Apache RTR 310 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് വലിയ മാറ്റങ്ങളില്ലെങ്കിലും എനിക്ക് എടുത്തു പറയേണ്ട ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ളൊരു മാറ്റം എന്ന് വെച്ചാൽ വിംഗ്ലെറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ ഡ്യൂക്കാറ്റി പെനഗാലെ പോലത്തെ സൂപ്പർ ബൈക്സിനകത്ത് മാത്രം കണ്ടിട്ടുള്ള ടെക്നോളജിയാണ് വിംഗ്ലെറ്റ്സ്, അല്ലെങ്കിൽ ബുഗാട്ടി വെയ്റോൺ അങ്ങനത്തെ കാറുകളിൽ മാത്രം, അല്ലെങ്കിൽ പിന്നെ പ്ലെയിൻ ഫൈറ്റർ ജെറ്റ്സ് അല്ലെങ്കിൽ നോർമൽ പ്ലെയിൻ ആർട്സ് ഒക്കെ ഉള്ളതാണ് വിംഗ്ലെറ്റ്സ്. ഈ വിംഗ്ലെറ്റ്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഡൗൺ ഫോഴ്സ് ആണ്. നമുക്ക് ഈ ഒരു 120 കിലോമീറ്റർ സ്പീഡിൽ കഴിയുമ്പോഴത്തേക്ക് ഈ ബൈക്ക് കഴിയുമ്പോഴത്തേക്കും ഈ വിംഗ്ലെറ്റ് ഇല്ലാത്തൊരു ബൈക്കിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് ഡൗൺ ഫോഴ്സ് കൊണ്ടുവരല്ല, കൂടുതൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നു എയറോഡൈനാമിക്സ് വെച്ച്. സോ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 120 കിലോമീറ്റർ മേളിലോട്ട് കയറുമ്പോൾ മാത്രമേ വിംഗ്ലെറ്റ് കൊണ്ട് യൂസ് ഉള്ളൂ. അതിന് താഴോട്ട് ഒരു ഉപയോഗവുമില്ല. നിങ്ങൾ 100 കിലോമീറ്റർ മാക്സിമം പോകുന്ന ഒരാളാണെങ്കിൽ ഈ വിംഗ്ലെറ്റ് ഒരിക്കലും വർക്ക് ചെയ്യത്തില്ല, നിങ്ങൾക്ക് ഒരു യൂസും ഇല്ലാത്ത സാധനമാണ്. 120 കിലോമീറ്റർ പോയി മേളിൽ കയറി കഴിയുമ്പോഴത്തേക്കും ഇല്ലാത്തൊരു ബൈക്കുമായിട്ട് നല്ല ഡൗൺ ഫോഴ്സ് കൊണ്ടുവരുന്നു, നിങ്ങൾക്ക് നല്ല സ്റ്റെബിലിറ്റി കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഡൗൺ സൈഡും കൂടെ പറഞ്ഞുതരാം. നിങ്ങൾ എങ്ങാനും ഒരു ബൈക്ക് ഓടിച്ച് പോയി വീഴുകയാണെങ്കിൽ, ഒരു സൈഡിൽ വിംഗ്ലെറ്റ് തകർന്നു പോവുകയാണെങ്കിൽ, ഷോറൂമിൽ അപ്പം